നമസ്കാരം. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന സംവാദങ്ങൾ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ആരുടെ ഭാഗത്താണ്? ഈ അന്വേഷണത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ലേസർ പ്രയോഗം, റഫേൽ ചോദ്യങ്ങൾക്ക് രാഹുലിനുള്ള മറുപടിയോ? അഴിമതിക്കെതിരെ ചൗക്കിദാറിന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ആകുമോ? സംവാദം മറന്ന് വിവാദത്തിന് തിരികൊളുത്തുന്ന മോദിക്ക് പെരുമാറ്റ ചട്ടലംഘനം വിനയാകുന്നു. രാഹുലിനെതിരെ കണ്ട പച്ച വെളിച്ചത്തിൽ കോൺഗ്രസ് പരാതി നൽകാത്തത് എന്തുകൊണ്ട്? മോദിയെ പരാജയപ്പെടുത്താനാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുലിനും സോണിയയ്ക്കും ആയോ? റഫേൽ ചോദ്യങ്ങൾക്ക് ലേസർ ട്രീറ്റ്മെന്റോ? അതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജി വി ഹരി, BJPയെ പ്രതിനിധീകരിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ഒപ്പം CPMനെ പ്രതിനിധീകരിച്ച് ജേക്സി തോമസ് എന്നിവർ. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇന്ന് ഒന്നാം ഘട്ട പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. രാജ്യത്ത് ഏത് തരത്തിലുള്ള സംവാദമാണ് നടക്കുന്നത്? സംവാദത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെ? ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരൊക്കെ? മറുപടി ആർക്കൊക്കെ നൽകാനാകുന്നുണ്ട് എന്നത് രാഷ്ട്രം ശ്രദ്ധിക്കും. പോളിംഗിൽ അതൊക്കെ പ്രതിഫലിക്കുകയും ചെയ്യും. ഇന്ന് സോണിയാഗാന്ധി മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രീ കുഞ്ഞിക്കണ്ണൻ. മോദി അജയ്യനാണോ എന്ന് ചോദിച്ചതിന് 2004 മറക്കരുത് എന്നാണ് സോണിയ പറഞ്ഞത്. 2004 ഉൾപ്പെടെ ജനങ്ങളെ മറക്കുന്നുണ്ടോ മോദിയും മോദിയെ പിന്തുണയ്ക്കുന്നവരും? ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ നാട് വലിയൊരു ജനാധിപത്യ രാജ്യമല്ലേ. അപ്പോൾ ജനാധിപത്യത്തിൽ ജയിക്കുക തോൽക്കുക എന്നുള്ളതൊരു അനിവാര്യമായ ഘടകം തന്നെയാണ്. ജയിക്കാൻ എത്രത്തോളം സാധിക്കും എന്നത് നോക്കും. പരമാവധി പ്രചരണങ്ങളിൽ പങ്കെടുക്കും, പരമാവധി വോട്ട് സമാഹരിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന പ്രക്രിയകളാണ്. അതിലിടയ്ക്ക് വിവാദം വരും, സംവാദം വരും, ആരോപണം വരും, ആക്ഷേപം വരും. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. അത് 2004 എന്തുണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം. പ്രതീക്ഷിച്ചു, ജയിച്ചില്ല. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഘടന എന്നുള്ള രീതിയിൽ അതിനെ ആ രീതിയിലേ BJP കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് എന്താണ് പഠിച്ചത് ശ്രീ കുഞ്ഞിക്കണ്ണൻ എന്നതാണ് ചോദ്യം. അതായത് ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിൽ മോദി 2004 നിന്ന് എന്തെങ്കിലും പഠിച്ചോ എന്നതിന് ഒന്നാം ഘട്ട പോളിംഗ് കഴിയുമ്പോഴും അദ്ദേഹം നിൽക്കുന്നത് ഇപ്പോ പുൽവാമയുടെ പേരിൽ വോട്ട് ചോദിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഇതിലല്ലാതെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ മറുപടി പറയുന്നുണ്ടോ നരേന്ദ്രമോദി? എല്ലാ തെരഞ്ഞെടുപ്പും ഒരു പാഠമല്ലേ. ആ പാഠം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. 2004 അല്ല 2019 എന്നും നമുക്കറിയാം. 2004 ശേഷം 10 വർഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നമ്മൾ കണ്ടതാണ്. അത് എങ്ങനെ പോയി, അതെങ്ങനെ 10 വർഷം ഭരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് ചർച്ച ചെയ്താണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 2014 ശേഷം നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും ഒരു ജനവിധി തേടുന്ന സമയത്ത് രാജ്യം ഒരുപാട് മുമ്പോട്ട് പോയി. ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. എല്ലാ കാര്യത്തിലും, സാമ്പത്തികമായും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിലായാലും, വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയുടെ കാര്യത്തിലായാലും BJP അല്ലെങ്കിൽ NDA വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശരി. അപ്പോൾ 2019 2014 അപേക്ഷിച്ച് ലോകം മുഴുവൻ രാജ്യത്തെ നോക്കി നിൽക്കുമ്പോൾ, ഇന്ത്യയെ നോക്കി നിൽക്കുന്ന ഘട്ടത്തിൽ ആ ഇന്ത്യയെ നയിച്ച ആളെന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തോട്, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മറുപടികൾ പറയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ രാഹുൽ ഗാന്ധി ആണെങ്കിലും യെച്ചൂരി ആണെങ്കിലും മറ്റ് പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് മൈക്ക് മുട്ടിയാണ് സംസാരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ പറ്റുന്നില്ലേ മോദിക്ക്? മോദി മറുപടി പറയേണ്ടതിന് മറുപടി പറയും.
മോദി എന്ന് പറഞ്ഞാൽ അധികം പറയുന്നതല്ല, പ്രവർത്തിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ഔത്സുക്യം എന്നെല്ലാവരും കണ്ടതാണ്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂറും അധ്വാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് ആദ്യത്തേതാണ്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും 19 മണിക്കൂർ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേ വഴിയാകുമോ നരേന്ദ്രമോദിക്ക്? നരസിംഹറാവു അല്ലല്ലോ നരേന്ദ്രമോദി. രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് പ്രസ്ഥാനത്തിനെ നയിക്കുന്നവരാണ്. അത് ആ രീതിയിൽ തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ 18 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ അത് മുഴുവൻ ചെയ്യണം. അദ്ദേഹത്തിന് ആദ്യം അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ പറഞ്ഞത് ജനങ്ങളുടെ ഒരു നയാ പൈസ പോലും ഞാൻ എടുക്കില്ല, ആരെയും എടുക്കാനും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ പൈസ എടുത്തുകൊണ്ട് പിടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു. പിടിക്കുന്നുണ്ടല്ലോ. പല ആൾക്കാരും ജയിലിൽ കിടക്കല്ലേ. എങ്ങനെ അത് മുമ്പൊരു കാലത്തും ഉണ്ടായിട്ടുണ്ടോ? മല്യ അടക്കം, അതുപോലെ തന്നെ മറ്റേ വജ്ര കച്ചവടക്കാരനടക്കം ആയിരക്കണക്കിന് കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടം വാങ്ങി കൊടുക്കാതെ മുങ്ങി നടന്ന ആൾക്കാരെ പിറകെ പോയി പിടിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതൊരു വലിയ നേട്ടമല്ലേ? അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ശരി. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പ്രതിപക്ഷത്തോട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മറുപടി പറയുന്നത് എങ്കിൽ ആ പ്രതിപക്ഷത്തിന്റെ ഒരു പാർട്ടിയുടെയെങ്കിലും തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പലതരത്തിൽ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ലേസർ വെളിച്ചത്തെക്കുറിച്ച് വരെ ചോദ്യങ്ങളുണ്ട്, വിശകലനങ്ങളുണ്ട്. അപ്പോൾ റഫേലിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ലേസർ ട്രീറ്റ്മെന്റ് ആണോ എന്നാണ് തലക്കെട്ട്. എന്തുണ്ടാകും മറുപടി ശ്രീ കുഞ്ഞിക്കണ്ണൻ? കോൺഗ്രസ് വക്താവിന്റെ സിംഗ്വിയുടെ പത്രസമ്മേളനം കണ്ടില്ലെന്ന് തോന്നുന്നു. സിംഗ്വിയെ നിഷേധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ AICയുടെ ക്യാമറാമാന്റെ ക്യാമറയിൽ നിന്നുണ്ടായിരുന്ന ലൈറ്റാണ് എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന്, അതാണ് ആദ്യം വന്ന പ്രതികരണം. അല്ല, ഞങ്ങൾക്കും ആശങ്കയുണ്ട്. കോൺഗ്രസ് എക്കാലത്തും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാ. എപ്പോ തോൽവി മണത്തറിയുന്നോ അന്ന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് രാഹുലിന്റെ ജീവന് അത്യധികം വില കൊടുക്കണം, സുരക്ഷ ശക്തമാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റഫേലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നാലും പറയില്ല. റഫേൽ പറയേണ്ടത് പറയുന്നുണ്ടല്ലോ. സുപ്രീം കോടതിയിലെ കേസ്, അവിടെ മറുപടി പറയേണ്ട ആൾക്കാർ മറുപടി പറഞ്ഞോളും. അത് പരിശോധിക്കട്ടെ. ആർക്കാ പേടി? മടിയിൽ കനമുള്ള ആൾക്കാർക്കല്ലേ വഴിയിൽ പേടിക്കണ്ടു. ഇവിടെ ആർക്കും ഒരു പേടിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് പറയും. അല്ലാതെ മൈതാന പ്രസംഗം നടത്തി പറയേണ്ട കാര്യമല്ലല്ലോ ഇതൊന്നും. ശ്രീ കുഞ്ഞിക്കണ്ണൻ, മൈതാന പ്രസംഗം നടത്തി രാജ്യത്ത് മുൻപ് പ്രധാനമന്ത്രി ആയിരുന്നവരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത് ഇതുപോലെയുള്ള ആയുധ ഇടപാടിന്റെ പേരിൽ പരിഹസിച്ചതും കളിയാക്കിയതും അതിൽ അന്വേഷണം നടത്തിയത് അതിന് അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി പറയേണ്ടി വന്നത് ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെയും ഇത്തരത്തിൽ ആരോപണം ഉയരുമ്പോൾ ആ ഓഫീസിന്റെ തലപ്പത്തുള്ള മേധാവിക്ക് മറുപടി പറയാനാകാത്തത് എന്തുകൊണ്ടാണ്? ഓഫീസിൽ ഉള്ള ആരോപണം ഒന്നും പ്രസക്തമല്ല എന്ന് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, പഴയ കാലം പോലെയല്ല ഈ സർക്കാർ. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന, നടപടി എടുക്കുന്ന സർക്കാർ. ലോക്പാൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കടലാസ് എഴുതി കൊടുത്താൽ മതിയല്ലോ. അതെന്താ നിൽക്കാത്തത്? പഴയതുപോലെയല്ല, കാലം മാറി. ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സർക്കാർ എന്നുള്ള നിലക്ക് ലോക്പാൽ അടക്കം അവിടെ ഒരു കടലാസ് എഴുതി കൊടുക്കാലോ. എന്തുകൊണ്ട് ഔദ്യോഗികമായി ഒരു കടലാസ് കോൺഗ്രസ് എഴുതി കൊടുക്കുന്നില്ല? ശരി. എന്താ പറയുന്നത്, കാതലില്ലാത്ത ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പിഴ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ പോവാത്തത്. ശരി. ഡോക്ടർ GV ഹരി, അതായത് പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തേണ്ട സ്ഥലത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ നേതാവിന് പോലും കൃത്യമായി ഇടപെടാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോഴും BJPയുടെ ആരോപണം. അതായത് ഇന്ന് തന്നെ ഈ ലേസറിന്റെ കാര്യത്തിൽ ആദ്യമുണ്ടായ പ്രതികരണം, പിന്നീട് വന്നത് പരാതി കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. റഫേലിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അഴിമതിയെ കുറിച്ചാണെങ്കിൽ ലോക്പാലൊക്കെ ഉണ്ടല്ലോ, ഒരു കടലാസ് എഴുതി കൊടുത്താൽ പോരെ എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് വീണ്ടും ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥ. ഇതൊക്കെ മോദിക്ക് നേട്ടം തന്നെയാണോ? നേട്ടൻ BJPയുടെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. കറപ്ഷനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഞാൻ അവിടെ തുടങ്ങാം. ഡോക്ടർ ലാൽ, നമുക്ക് വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ആ വെബ്സൈറ്റ് www.corruptionmodi.com എന്നാണ്. അങ്ങ് ആ വെബ്സൈറ്റ് കണ്ടിരിക്കാൻ ഇടേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. A to Z രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി നരേന്ദ്രമോദി നടത്തിയ അഴിമതികൾ A മുതൽ Z വരെയുള്ള ആൽഫബറ്റ് ഓർഡറിൽ അതിൽ കൊടുത്തിട്ടുണ്ട്.
റഫേലൊക്കെ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് നടത്തിയ എ മുതൽ ഇസഡ് വരെയുള്ള അഴിമതികൾ എണ്ണി എണ്ണി പറയുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ളൊരു കറപ്ഷനെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടായിരിക്കും. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഡോളി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ BJP വോട്ട് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാം, അവരുടെ മുദ്രാവാക്യം മണ്ഡലം ഏതോ ആയിക്കോട്ടെ മണ്ഡലകാലം മറക്കരുത് എന്നാണ്. BJP പറയുന്നത് ഇതാണ്, മണ്ഡലം ഏതോ ആയിക്കോട്ടെ മണ്ഡലകാലം മറക്കരുത് എന്നാണ് ജനങ്ങളോട് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ രാമൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം പറയാൻ തയ്യാറുണ്ടോ? കോൺഗ്രസിനോട് രാഷ്ട്രീയം പറയാൻ തയ്യാറുണ്ടോ? ഇതാണ് ഞങ്ങളുടെ നേതാവ് ചോദിച്ചത്. ഇന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ഡിബേറ്റിന് രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറാകുമോ? ഇന്നേ വരെ ഈ 5 വർഷത്തിനിടയിൽ എത്ര പത്രസമ്മേളനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്? എത്ര ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്? ഏറ്റവും അദ്ദേഹം ആകപ്പാടെ ചെയ്യുന്നത് മൻ കി ബാത്ത് പരിപാടി. അതാകുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ, റേഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് നാട്ടുകാർ കേൾക്കും, തിരിച്ചാരും ഒന്നും ചോദിക്കില്ല എന്നുള്ള നടപടിയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതല്ല. ഈ രാജ്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, രാജ്യത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇന്നലെ കാണുന്നത്. സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നു കഴിഞ്ഞു. എന്താണ്? റഫേൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഇവർ പറഞ്ഞ ആ രേഖകൾ വിവരാവകാശ നിയമത്തിന്റെ സാധ്യതകളോട് ഉപയോഗിച്ച് പ്രസ്സിനുള്ള ഫ്രീഡം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിഗണിക്കാൻ രാജ്യത്തെ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടത്തിയ പ്രതിഷേധങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങൾ കാണുന്നത്, അത് കാണാതെ പോവുകയല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനേക്കാൾ ഞങ്ങൾ കാണുന്നത് ഈ രാജ്യത്ത് വലിയ റിസ്ക് എടുത്തുകൊണ്ട് പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ. ശരി, ഡോക്ടർ GV ഹരി, അപ്പോഴും മാധ്യമങ്ങളുടെ റോൾ അവർ വഹിക്കുന്നുണ്ട്. അപ്പോഴും BJP ഉന്നയിക്കുന്ന ചോദ്യം ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം, കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറയേണ്ടിടത്ത് പറഞ്ഞോ, നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുത്തോ, അഴിമതിയുടെ പേരിൽ നിങ്ങൾക്ക് ലോക്പാലിനോട് പറയാനുള്ളത് പറഞ്ഞോ, അതുപോലെ ഈ ലേസറിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കും വലിയ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥകളല്ലേ? നമ്മൾ ഭരണഘടനാപരമായി ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയല്ലേ. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എന്താ അവസ്ഥ? ഈ കരുതൽ ധനം അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗവർണർ അടക്കം പുറത്തു വന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഞങ്ങളുടെ ജുഡീഷ്യറി ഈസ് അണ്ടർ ത്രെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി. എല്ലാ തരത്തിലും പരിശോധിച്ച് നോക്കുക. ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള തലങ്ങളിൽ പരിശോധിച്ച് നോക്കൂ. ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ പരാതി കൊടുത്തു. ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്താണ്? പ്രധാനമന്ത്രി തന്നെ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. അദ്ദേഹവും രാഷ്ട്രീയം പറയുന്നതിന് പകരം മതവും മറ്റു കാര്യങ്ങളും പറയുന്നു. ഇത് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയെടുത്തിട്ടുള്ളത് പറയൂ. ഇവിടെ തന്നെ സുപ്രീം കോടതി നമോ TV പ്രവർത്തനം ആരംഭിച്ചു. ആരുടെയും അനുവാദമില്ലാതെ നമോ TVയുടെ പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം നരേന്ദ്രമോദിയെ കുറിച്ചൊരു സിനിമ പുറത്തിറക്കാൻ പോയി. പക്ഷേ ഇത് ആരാ തടഞ്ഞ? ഇലക്ഷൻ കമ്മീഷൻ അല്ല. പരിശോധിച്ച് നോക്കൂ. അത് തടഞ്ഞതാരാ? സുപ്രീം കോടതിയാണ് തടഞ്ഞിരിക്കുന്നത്. കോടതിയാണ് അത് തടഞ്ഞിരിക്കുന്നത്. ഇല്ലേ? പരിശോധിച്ച് നോക്കണം. കോടതിയുടെ ഇടപെടലുണ്ടായപ്പോഴാണ്, അങ്ങനെ ഒരു സമ്മർദ്ദം വന്നപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാനം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ മുമ്പിൽ പരാതിപ്പെടാനുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കൃത്യമായി പരാതിപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ ഈ പരാതിപ്പെടുന്ന സ്ഥലത്തേക്കാൾ ഞങ്ങൾ പറയുന്നത് ജനങ്ങളോടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ശരി, അപ്പോൾ ഈ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ സാമ്പ്രദായികമായി പറയേണ്ട പരാതികളെക്കാൾ ജനങ്ങളോട് വിശ്വസിക്കുന്നു എന്ന് ജനങ്ങളാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇന്നിപ്പോ ഉണ്ടായ അനുഭവം പോലും ഈ പച്ച വെളിച്ചത്തിൽ അത് കൃത്യമായി പറഞ്ഞു. അവിടെ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ പറഞ്ഞ വളരെ കൃത്യമാണ്. അത് ഇതിപ്പോഴും അത് പരിശോധിച്ചു വരികയാണ്. അത് ആഭ്യന്തര വകുപ്പ് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫറുടെ ആ പറയുന്ന ഫ്ലാഷിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ആ പ്രാഥമിക നിഗമനം. പക്ഷേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയിരുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായി ഞങ്ങൾ അഡ്രസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ. ശരി, അപ്പോഴും നിങ്ങളുടെ ഇടപെടലുകളിൽ കൃത്യമായി രാഷ്ട്രീയമായി എതിർപക്ഷത്തെ മുട്ടുമടക്കിക്കാൻ വേണ്ടി അവരുടെ ആരോപണങ്ങളെ കൃത്യമായി അതിന്റെ മുനെ ഒടിക്കാൻ തക്കവണ്ണം അവർക്കെതിരെ നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ശക്തി ഉണ്ടാക്കിക്കൊണ്ട് 2019 പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഉണ്ടാകേണ്ട രീതിയിലുള്ള
പ്രയോഗങ്ങൾ, തന്ത്രങ്ങൾ അതുണ്ടാകുന്നുണ്ടോ, അതിൽ പരാജയം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് വഴി ഉണ്ടാക്കിയിരിക്കുന്ന ചില BJPക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ പാകിസ്ഥാനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് വയനാടിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അമിത്ഷായെ കൊണ്ട് പറയിക്കുന്നത് പോലും ആര് എന്ന ചോദ്യം ഉണ്ടാക്കുന്നത്, അതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ കൂടി തന്ത്രപരമായ പാളിച്ചയുടെ ഫലമായി കാണണ്ടേ? അത് ഈ വയനാട്ടിൽ അദ്ദേഹം വന്ന് മത്സരിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ട്? അതൊക്കെ ഈ വിവരമില്ലാത്ത ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. കാരണം നോക്കൂ, വർഗീയത നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഡോക്ടർ ലാൽ തന്നെ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ വയനാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതലുള്ളത് 52% വരുന്നത് ഹൈന്ദു മതവിശ്വാസികളാണ്. വോട്ടർ പട്ടിക പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്, വെറുതെ എൻ്റെ ഇഷ്ടം എനിക്ക് തോന്നുന്ന പോലെ പറയുന്നതല്ല. അതെങ്ങനെയാണ് പാകിസ്ഥാനാവുന്നത്? അവിടുത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിച്ചിരിക്കുക. പാകിസ്ഥാനെന്ന് അങ്ങനെ ഒരു വാക്കേ പറഞ്ഞില്ല. കൊടികൾ കണ്ടാൽ ഇത് പാകിസ്ഥാനിലാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് കുഞ്ഞിക്കനേട്ട BJP നേതാക്കന്മാർക്ക് ഈ ലീഗിനെ കുറിച്ച്, ലീഗിന്റെ കൊടിയെ കുറിച്ചുള്ള ഒരു ധാരണയില്ലായ്മ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. കൊടികള് താരതമ്യമുണ്ടല്ലോ. ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ, ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ, ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ. അതായത് അതിർത്തി കടന്ന മുസ്ലിം ലീഗിന്റെ കൊടി അവരുടെ ശക്തി പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. ശ്രീ കുഞ്ഞിക്കണ്ണൻ, താങ്കളോടാണ് ചോദ്യം. അതായത് മുസ്ലിം ലീഗിന്റെ ശക്തി പ്രദേശങ്ങളിൽ ഈ പച്ചക്കൊടി, അവരുടെ കൊടി കൃത്യമായി ഉണ്ടാകും. അവരുടെ ഒരു വലിയ ജാഥ നടക്കുന്നിടത്ത് ആ കൊടികൾ ഉണ്ടാകും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പാകിസ്ഥാനെ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപമാനിക്കലും തന്നെയല്ലേ? വയനാടിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ അസംബന്ധമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടുത്തെ കൊടികൾ കണ്ടാൽ ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാകിസ്ഥാനിലാണെന്ന് തോന്നിപ്പോകും എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനാണ് വയനാട് എന്ന് പറഞ്ഞതിന് എങ്ങനെയാ സമാവുന്നത്? ശരി, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജയ്ക്ക്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദത്തിന്റെ തിരി കൊളുത്തിയത് ഈ പറയുന്ന റഫേലിലെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് രാഹുൽ പറഞ്ഞിടത്താണ്. അതുപോലെ നരേന്ദ്രമോദി പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിരിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ അഭിപ്രായം വന്നതിന്റെ പുറത്താണ്. അങ്ങനെ ഈ ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിൽ രാജ്യം ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിന്റെ ഒരു സൂചന കിട്ടുന്നുണ്ടെങ്കിൽ ഈ വാർത്തകളൊക്കെ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ജയിക്കിൽ ഉണ്ടാക്കുന്നത്? തീർച്ചയായും ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമായി വന്നുകൊണ്ടിരിക്കുന്ന കോടതി വിധികളുടെ, അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ, അത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പുതിയൊരു മാനങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്ന സുപ്രീം കോടതിയുടെ വിധികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണങ്ങളും ഒക്കെ സംശയരഹിതമായി രാജ്യത്തോട് വിളിച്ചു പറയുന്നത്, രാജ്യമെമ്പാടും ഈ രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ജനതയൊന്നാകെ തയ്യാറാകുന്നതിന്റെ ആവേശകരമായ വാർത്തകളും ചിത്രങ്ങളുമാണ് വെളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഒരു RSS ഇതര സർക്കാർ, ഒരു മതനിരപേക്ഷ സർക്കാർ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യ ഒന്നാകെ ആവേശപൂർവ്വം സടകുടഞ്ഞ് എഴുന്നേക്കുന്നതിന്റെ വാർത്തകളും വർത്തമാനങ്ങളും വെളിയിൽ വരുന്നു. അതുകൊണ്ടാണ് അതിനോട് വളരെ ആനുപാതികമായി ചേർന്നതുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രപരമായ അന്തസത്തയെ ഉയർത്തി കാട്ടിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, സുപ്രീം കോടതിയുടെ ഇന്നലെ വെളിയിൽ വന്ന രേഖകളിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, പെന്റഗൺ പേപ്പേഴ്സ് പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ച അമേരിക്കൻ അനുഭവത്തെ കൂടെ കോട്ട് ചെയ്തുകൊണ്ടാണ്, അതിനെ തള്ളിക്കളഞ്ഞ US സുപ്രീം കോർട്ടിന്റെ അനുഭവത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി ആ വിധി പ്രസ്താവത്തിലേക്ക്, ആ പ്രതികരണത്തിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ അവർ ഓർമ്മിച്ചെടുത്ത ചരിത്രപ്രധാനമായ മറ്റൊരു അനുഭവം, കേശവാനന്ദ ഭാരതിയുടെ ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ കേസ് പരിഗണിച്ചപ്പോൾ ആദരണീയനായ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന ജസ്റ്റിസ് ഖന്ന നടത്തിയ വിശ്വപ്രസിദ്ധമായ ആ പ്രയോഗത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഇന്നലെ ആദരണീയനായ ജഡ്ജിമാർ, രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ അവരുടെ പ്രതികരണം ആരംഭിക്കുന്നത്. അതായത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഭയരഹിതമാവണ്ണം ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാനുള്ള ന്യായമായ ദൃഢമായ അവകാശം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭരണാധികാരികൾക്കുണ്ട് എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ ജസ്റ്റിസ് ഖന്ന നടത്തിയ ഭൂതകാല പ്രയോഗത്തെ, ചരിത്രപ്രസിദ്ധമായ വിളംബരത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് റാഫേൽ കേസിന്റെ വിചാരണ മധ്യേ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ പ്രതികരണം നടത്തിയത്. ഇത് ന്യായമായും ദൃഢമായും നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി സുപ്രീം കോടതി ഉൾപ്പെടെ നടത്തിയ സചേതനമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ആദരണീയനായ BJPയുടെ പ്രതിനിധി, എനിക്കിവിടെ സാങ്കേതിക വിദ്യകളുടെ പോരായ്മ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചർച്ചയിലുള്ളത്
അതെ. അപ്പൊ ആദരണീയനായ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കവേ എന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 24 മണിക്കൂറിൽ ഏതാണ്ട് 18 മണിക്കൂറിലും അധികം ഉറങ്ങാതെ രാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ പ്രസംഗത്തിലും വാക്കുകളുമല്ല കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാത്തത്. അദ്ദേഹം പ്രവൃത്തിയിൽ കാര്യം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അസാധാരണമായ പ്രവർത്തനം നടത്തിയ പ്രധാനമന്ത്രിയുടെ അനുഭവമൊക്കെ പറയുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും, അതിൽ ഞാൻ രാഷ്ട്രീയ വകഭേദം കാണുന്നില്ല, അതിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഉണ്ടാകാം, പക്ഷേ ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും മികവാർന്ന ഒരു പ്രതിരൂപമായി അടയാളപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണത്തിനുമാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ കാണണ്ട, ഇവർ തന്നെ ചൂണ്ടിക്കാണിച്ച മൻ കി ബാത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ അഭിസംബോധനയിൽ ഞങ്ങൾ നടത്തിയ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, ഒരു RSSന്റെ നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾ ചോദിക്കണ്ടേ, ഞങ്ങൾ നോട്ട് നിരോധനം നടപ്പിലാക്കി, ഈ രാജ്യത്തെ കള്ളപ്പണം തിരികെ കൊണ്ടുവന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ, BJPയുടെ പ്രതിനിധികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ GST നടപ്പിലാക്കി, ഏകീകൃത നികുതി ഘടന നടപ്പിലാക്കി, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും പ്രധാനമന്ത്രിയെ, BJPയുടെ പ്രതിനിധികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ ഇത്തരത്തിൽ ചെറുതും വലുതുമായി ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യന്മാർ കൊല്ലപ്പെട്ട രാജ്യം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന BJPയുടെ പ്രതിനിധിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കഴിച്ച ഭക്ഷണത്തിന്റെയും ചത്ത പശുവിന്റെ തോലുരിച്ചതിന്റെയും പേരിൽ അബ്രാഹ്മണരായ ഹിന്ദുമത സമുദായങ്ങൾ കൊല ചെയ്യപ്പെട്ട കാലയളവ് അത് നിങ്ങളുടെ കാലയളവാണ് എന്ന് പശ്ചാത്താപപൂർവ്വം ഏറ്റുവിളിച്ച് പറയാൻ കഴിയുന്ന ഒരു BJPയുടെ പ്രതിനിധിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന കടലാസിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ തീരെഴുതി കൊടുത്തത് നിങ്ങളാണ്. അതിന്റെ ചുരുക്കപ്പേരാണ് റാഫേൽ കരാർ. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വോട്ട് തരാൻ നിങ്ങൾക്ക് തന്നെ ഇടമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ആദ്യമായി കടലാസിൽ മാത്രമുള്ള റിലയൻസ് ഡിഫൻസിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ കടലാസിൽ മാത്രമുള്ള ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിശ്രേഷ്ഠ വിദ്യാകേന്ദ്രമായി പ്രഖ്യാപിച്ച് അതിന് കോടികൾ വകയിരുത്തിയതിന്റെ പേരിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയോട്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക്, നിങ്ങളുടെ BJPയുടെ പ്രതിനിധികൾക്ക് തന്റെ ഇടമുണ്ടോ? നിങ്ങൾ അതിന് തന്റെ ഇടമില്ല. നിങ്ങൾ അഴിമതികളുടെ കാര്യം പറയുന്നു. ആദരണീയനായ P. സായിനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലീഗലൈസ്ഡ് അഴിമതികളാണ് നിങ്ങളുടെ മുഖമിത്ര. കോൺഗ്രസിന്റെ കാലത്തെ പോലെ 2G സ്പെക്ട്രമോ 3G സ്പെക്ട്രമോ മാത്രമല്ല, ഇത് നിങ്ങൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് നിയതമായി നിങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ ശ്രമിച്ച അഴിമതികളാണ് നിങ്ങളുടെ മുഖമുദ്ര. ആ അഴിമതികൾ ഒന്നാമത്തേതാണ് റാഫേൽ കരാർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും റിലയൻസ് ഡിഫൻസിലേക്ക് കരാർ മാറ്റിയെടുത്തത് അത്തരം അഴിമതിയാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഇഫ്ലൂം ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ നിൽക്കുമ്പോൾ ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അതിശ്രേഷ്ഠ വിദ്യാകേന്ദ്രമാക്കിയത് അത്തരത്തിൽ കുടിലമായി നിങ്ങളുടെ അഴിമതിയാണ്. ജിയോയുടെ സിമ്മിന്റെ പ്രസിദ്ധീകരണ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന്റെ അംബാസഡറായി വേഷമിട്ടപ്പോൾ ഈ രാജ്യത്തെ ആത്മാഭിമാനമുള്ള മനുഷ്യന്മാർ മുഴുവൻ ഞെട്ടി. അതിൽ RSSകാർ ഞെട്ടിയോ എന്ന് എനിക്ക് പറയാനാവില്ല. ആത്മാഭിമാനമുള്ളവർ എങ്ങനെ RSS ആകും എന്ന ചോദ്യം പ്രസക്തമായി അവിടെ നിൽക്കുന്നു. എന്നാൽ അത്തരത്തിൽപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം പറയുമ്പോഴും ഇതൊക്കെ കേട്ടിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തോട് ഒരു മറുപടിയും പറയാത്ത മോദി പിന്നെയും മുന്നോട്ട് പോകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പോലും പരാമർശമുണ്ടായ ഈ വോട്ട് പിടിക്കുന്ന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചുകൊണ്ട്, അതിന്റെ പേരിലൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട്, പുൽവാമയുടെ പേരിലൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് വീണ്ടും മോദി മുന്നോട്ട് പോവുകയാണ്. മോദി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സോണിയാഗാന്ധിയോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മോദി അജയ്യനാണോ എന്ന്. അപ്പോൾ സോണിയ പറഞ്ഞ ഉത്തരം 2004 മറക്കരുത് എന്നാണ്. 2004 കേരളത്തെക്കുറിച്ചും ജയിക്കിന്റെ മനസ്സിലുണ്ടാകുമല്ലോ. സോണിയ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് 2004 മറക്കരുത് എന്ന് പറയുന്നത് കൊണ്ട്? സംശയരഹിതമാണെന്നും അവർ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച ഒരൊറ്റ മറുപടി മാത്രമാണ്, ഇന്ത്യയിൽ മതനിരപേക്ഷതയെ സംരക്ഷിക്കുവാൻ എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ RSSനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കുവാൻ, ഈ രാജ്യത്തിന്റെ ബഹുമുഖമായ നിലനിൽപ്പിനെ അടയാളപ്പെടുത്താൻ അന്ന് തയ്യാറായി മുമ്പോട്ടേക്ക് വന്ന ഇടതുപക്ഷത്തിന്റെ പിന്തുണയെ സോണിയാഗാന്ധി ഈ ഘട്ടത്തിൽ നന്ദിയോടുകൂടെ സ്മരിക്കുന്നുണ്ടാകും. കേരളത്തിലെ കോൺഗ്രസുകാർ അത്രമാത്രം സ്മരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും അവർ അത് ഓർമ്മിക്കുന്നുണ്ടാകും. കാരണം ഏതാണ്ട് 13
കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തുകൊണ്ട്, നിർണായകമായ പദവികൾ ഓഫർ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണ സ്വമേധയാ ആദരണീയനായ ഹർകിഷൻ സിംഗ് സുർജിത്ത് RSSനെ പുറത്താക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് പുറത്തു നിന്ന് പിന്തുണ നൽകും, ഞങ്ങൾ കോമൺ മിനിമം പ്രോഗ്രാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പിന്തുണ നൽകുമെന്ന് പറഞ്ഞപ്പോൾ തിരികെ അന്നത്തെ UPയുടെ ബഹുമാനിയായ ചെയർപേഴ്സൺ പ്രതികരിച്ചത് 12-ലധികം കേന്ദ്രമന്ത്രിമാരുടെ പദവി ഓഫർ ചെയ്തുകൊണ്ടായിരുന്നു. ഒരൊറ്റ കേന്ദ്രമന്ത്രിയുടെ പദവി സ്വീകരിക്കാതെ, വെച്ചു നീട്ടിയ ഒരു ആകസ്മികമായ അല്ലെങ്കിൽ ആലങ്കാരികമായ പദവികൾ സ്വീകരിക്കാതെ അന്ന് പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാരത്തിനെ പുറത്താക്കാൻ നിങ്ങൾക്ക് പിന്തുണ നൽകും എന്നതാണ് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്. ആ ഒരു പിന്തുണയെ ഇപ്പോൾ ദൃഢമായും കോൺഗ്രസിന്റെ അന്നത്തെ നേതാവ് ഇപ്പോൾ നന്ദിയോടുകൂടെ സ്മരിക്കുന്നുണ്ട്. ആ പിന്തുണയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ആ 5 വർഷ കാലയളവിലെ ഭരണത്തിലായിരുന്നു കോൺഗ്രസിന് കൂടെ അഭിമാനാർഹമായി ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ നിലയുന്ന കഴിയിൽ ഇടതുപക്ഷത്തിന്റെ നിർണായകമായ പിന്തുണയിൽ അന്ന് കോൺഗ്രസ് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി, അന്ന് 1-ാം UPA നടപ്പിലാക്കിയ വനാവകാശ നിയമം, അന്ന് പാസാക്കിയെടുത്ത വിദ്യാഭ്യാസാവകാശ നിയമം, അന്ന് പാസാക്കിയെടുത്ത ഭൂ അവകാശ നിയമം, ഇത്തരം ബില്ലുകൾ ഒക്കെ ഇന്ന് കോൺഗ്രസ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ ആത്മനന്ദിയോടുകൂടെ ഓർമ്മിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇടതുപക്ഷ പിന്തുണയിൽ അവരുടെ കൂടെ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപ്പിലാക്കിയെടുത്ത തൊഴിലുറപ്പ് പദ്ധതിയും വനാവകാശ നിയമവും ഭക്ഷ്യാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും വിവരാവകാശവും ഒക്കെയാണ് ഇന്നും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഓർക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ അവർ ഏത് രീതിയിൽ സഖ്യമായി നിൽക്കുന്നു എന്നതൊക്കെ അല്ല പ്രശ്നം. 2004 മറക്കരുത് എന്ന് പറയുന്നത് 2004 വലിയൊരു സന്ദേശം ജനങ്ങൾ, ഇന്ത്യൻ ജനത നൽകിയ ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് മറക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞു പോകേണ്ടതിന് പകരം യുദ്ധത്തിന്റെ കാര്യങ്ങളും പുൽവാമയുടെ കാര്യങ്ങൾ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ പോലും ലംഘിക്കുന്ന രീതിയിൽ, നേരത്തെ ശ്രീ GV ഹരി കൂടി പറഞ്ഞത് കണക്കിലാക്കിയാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും വകവയ്ക്കാതെയുള്ള നടപടികൾ, നിലപാടുകൾ ഒക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ശരിയാകുമോ? ഇതെല്ലാം പിടിച്ചെടുക്കാനാകുമോ? അല്ല, ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ ഗുണഫലം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, 6.5 കോടി സ്ത്രീകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? 6.5 കോടി ജനങ്ങളുണ്ട്. 2014 18,432 ഗ്രാമങ്ങൾ വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം വൈദ്യുതി എത്താത്ത ഒരു ഗ്രാമം പോലും നമ്മുടെ രാജ്യത്തില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി പറയേണ്ട കാര്യമില്ല. ഇത് നാട്ടുകാർക്കറിയാലോ. എന്റെ നാട്ടില്, എന്റെ വീട്ടില് വൈദ്യുതി എത്തി എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടറിയണോ? നേരിട്ട് അനുഭവിക്കല്ലേ ജനങ്ങള്. 18,432 ഗ്രാമങ്ങൾ വൈദ്യുതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്യാസിന്റെ കാര്യം നമുക്കറിയാം. 2014 വരെ 12 കിലോമീറ്ററാണ് പിന്നെ ദേശീയപാത ഒരു ദിവസം പണിതിരുന്നത്. ഇന്നിപ്പോൾ 27 കിലോമീറ്ററാണ് ഒരു ദിവസം പണിയുന്നു. അപ്പോൾ അതിന്റെ ഗുണഫലം ഇത് കാണുന്നവർക്ക് അറിയാലോ. പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പ്രചരണം പോലും വേണ്ടല്ലോ. വീട്ടിലിരുന്നാലും ഇന്നത്തെ അവസ്ഥയിൽ ജയിക്കും. അതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾ നാടാകെ കിടന്ന് പറയുന്നതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജയിക്ക് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹം എപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ആയത്? യൂത്ത് കോൺഗ്രസ്സുകാരനേക്കാൾ ആവേശത്തിൽ ഇതാ കോൺഗ്രസിന് ഭരണമാറ്റത്തിന് വേണ്ടി ആവേശം കൊള്ളുകയാണ് ജയിക്ക്. കഷ്ടം തോന്നി. ആരാ ഭരിക്കുന്നത് ജയിക്ക്? 60-ൽ താഴെ സീറ്റിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ട. വാചകങ്ങളെ കൊണ്ട് അമ്മാനമാടാൻ ജയിക്കിനുള്ള 2004 സംഭവിച്ചതും ഇത് അടുത്ത ഈ 2019 സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം 2004 അവസ്ഥ എന്താ? അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീഴ്ച പറ്റി. അന്നും ഇതുപോലെ യുദ്ധമുണ്ടായിരുന്നു. പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുപോലെ കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യ ഷൈനിങ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ഇന്ത്യ ഷൈനിങ് എന്നുള്ളത് ജനങ്ങൾക്ക് പിന്നെ അത് ബോധ്യപ്പെട്ടില്ല എന്ന് ബോധ്യമായല്ലോ. ജനങ്ങൾക്കും ബോധ്യമായി, ഞങ്ങൾക്കും ബോധ്യമായി. ഈ 2004 പ്രതിരോധ അഴിമതിയെ കുറിച്ച് പിന്നെ ലാൽ എന്താ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. അല്ല, അന്നത്തെ ഈ ശവപ്പെട്ടി കുംഭകോണം പോലെയുള്ള കാര്യങ്ങൾ എല്ലാ തലത്തിലും പരിശീലിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പിന്നെ ജോർജ് ഫെർണാണ്ടസിന്റെ ആരോപണം ഉണ്ടായിരുന്നു. ആരോപണം വരും. ആരോപണം അപ്പുറം നിങ്ങൾക്ക് പ്രതിരോധിക്കാനായില്ല. ജയിക്കിന്റെ ആവേശം കണ്ടിട്ട് CPM ആണ് രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നത്.
അന്ന് സി പി എം ഭരിച്ചു. 2004 സി പി എം ഭരിച്ചു എന്നാണ് ജയിക്ക് ഇപ്പൊ പറഞ്ഞത്. 13 മന്ത്രിമാരെ കൊടുക്കാന്ന് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഒന്നാം യു പി എ വല്ലാതെ പിന്തുണച്ചുകൊണ്ട് നല്ല നല്ല നയങ്ങൾ, ജനകീയമായ നയങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ആ 2004 ഗവൺമെന്റിന് 2009 വീണ്ടും വരാൻ പറ്റി അവരുടെ ഇടപെടൽ കൊണ്ട്. അതിനെ കുറിച്ച് ജ്യോതിബാസി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ലാലിന്, മന്ത്രിസഭയിൽ ചേരാത്തതിന്റെയും പ്രധാനമന്ത്രി അവരുടെ അത് ആഭ്യന്തര കാര്യം അതല്ലല്ലോ. നിങ്ങൾക്കുണ്ടായ നേട്ടം എന്താണ്? നിങ്ങൾക്ക് നഷ്ടമാണല്ലോ ഉണ്ടായത് അവരുടെ ഇടപെടൽ കൊണ്ട്. ഞങ്ങൾക്കൊരു നഷ്ടമില്ല. അതിനുശേഷമല്ലേ ഞങ്ങൾ വന്നത്. 2004 കഴിഞ്ഞ് 2009 അവർ കോൺഗ്രസ് ആണ് വന്നത്. ആയിക്കോട്ടെ, ഭൂരിപക്ഷമില്ലല്ലോ. എന്നിട്ടും 30 വർഷത്തിന് ശേഷം ഒരു കേവല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറിയ സർക്കാർ അത് നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ്. 84 ശേഷം അത് എന്താ ഓർക്കാത്ത? 5 കൊല്ലം കഴിഞ്ഞപ്പോ അത്രയും സീറ്റ് ഉണ്ടോ കുഞ്ഞുകണ്ണേട്ടാ? ഇപ്പൊ 252 സീറ്റിലാണ്. ആകട്ടെ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ജനാധിപത്യമാണ്. സീറ്റ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. 2 സീറ്റിൽ നിന്ന പാർട്ടി 2 സീറ്റ് 84 2 സീറ്റ് അത് പറയുമ്പോൾ മാത്രം ശ്രീ കുഞ്ഞിക്കണ്ണൻ ജനാധിപത്യം എന്ന് പറയുന്നു. അതുവരെ ജനങ്ങളെ കുറിച്ച് ഓർക്കുന്നില്ല എന്ന പരാതി കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നു. 182 സീറ്റ് കിട്ടി കേവല ഭൂരിപക്ഷം നേടിയ ഒറ്റക്കക്ഷിയായിട്ട് 30 വർഷം കറക്റ്റാ. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോ 270 ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. അതിനിടയിൽ സംസ്ഥാന തലത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വന്നില്ലേ? 3 സ്ഥലത്തെ അവസാനത്തെ 3 സംസ്ഥാനത്തെ മാത്രം നോക്കിയാൽ മതിയോ? ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതൊന്നും പറയാതെ തന്നെ ജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? യുദ്ധത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ മരിച്ച ജവാന്മാരുടെ കാര്യങ്ങൾ. നേരത്തെ ശ്രീ ജി വി ഹരി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എല്ലാ മണ്ഡലത്തിലും മണ്ഡലകാലം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് എങ്കിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ മിണ്ടാതെ അങ്ങോട്ട് അതുവഴി അങ്ങ് നടന്നു പോയാൽ പോരെ? നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ തന്ന ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് ഓടി വരുമല്ലോ. ഇങ്ങനെ പറയാമോ? ഈ പറഞ്ഞ കാര്യങ്ങളാണോ പറയേണ്ടത്? പെരുമാറ്റച്ചട്ട ലംഘനം. നരേന്ദ്രമോദിയുടെ പടം കാണിച്ചാൽ മതി, ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോ. ആ പടം ഒരു പടം ധീരമായ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരാണ്. ജനങ്ങൾ അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുകയാണ്. അവർ വോട്ട് ചെയ്യും. അനുഭവിക്കുകയാണെന്ന് പറയുന്ന സ്ട്രെസ് ഉണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ. അത് കേട്ടപ്പോ ജി വി ഹരി ചിരിക്കുന്നുണ്ട്. ശ്രീ ജി വി ഹരി, ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് കുഞ്ഞിക്കണ്ണേട്ട പറഞ്ഞ ഒറ്റ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറഞ്ഞു, അതായത് അനുഭവിക്കുക. അതാണ് ഞാൻ എടുത്തു പറയാതിരിക്കുന്നത്. അനുഭവിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ 5 വർഷങ്ങൾ. ഇപ്പൊ ജയിക്ക് സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കേട്ടപ്പോ അദ്ദേഹത്തിന് അത് സഹിക്കുന്നില്ല. അദ്ദേഹം ഉടനെ യൂത്ത് കോൺഗ്രസ് കോയമ്പത്തൂർ പോയി കാണിക്കുമോ? അത് നോക്കട്ടെ. ജയിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഇതിനകത്ത് ജയിക്ക് പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ജയിക്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഈ 1885 കോൺഗ്രസ് രൂപീകരിക്കാൻ CPM പറഞ്ഞതാണോ എന്നൊരു സംശയം ജയിക്കിന്റെ വർത്തമാനം കേട്ടിട്ട്. അങ്ങനെ പറയരുത്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ, പക്ഷെ ഒരു കാര്യം ജയിക്കിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ജയിക്ക് പറഞ്ഞതിനകത്ത് ഒരു തിരുത്തൽ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുക. എന്താ ജയിക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നിങ്ങൾ നൽകി, അത് സമ്മതിച്ചു, ഒരു സംശയം വേണ്ട. പക്ഷെ ആ പിന്തുണയെ കുറിച്ച് പറയുമ്പോഴും ശ്രീ ജി വി ഹരി, BJP ഇപ്പോൾ പറയുന്നത് പോലെ നിങ്ങൾ ഒരു പരിഹാസം നടത്തുന്നുണ്ട്. നിങ്ങൾ സഹായിച്ചവരെ 885 കോൺഗ്രസ് ഉണ്ടാക്കാൻ പറഞ്ഞവരാണോ ഇവർ? അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ടുവന്ന ആളുകൾ, അതിന് ജന്മം നൽകിയവർ എന്ന അവകാശവാദമൊന്നും വേണ്ട എന്ന് പറയുന്നത് അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്നത് കൂടി ശ്രീ ജി വി ഹരി താങ്കൾ ഡോക്ടർ ഹരി, ചോദ്യങ്ങൾക്ക് മോദി മറുപടി പറയുന്നില്ല എന്നൊക്കെ പറയുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത് വേറെ കാര്യമാണ്, BJPയും കേന്ദ്ര സർക്കാരും പറയുന്നത് വേറൊന്നാണെന്ന് നിങ്ങൾ പറയുമ്പോഴും കേരളത്തിന്റെ കാര്യത്തിൽ BJPയുടെ പ്രചരണത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ഒന്ന് കേരളത്തിലേക്ക് വന്നാൽ, നിങ്ങളും ഓരോ സ്ഥലത്തും ഓരോ തന്ത്രങ്ങൾ തന്നെയാണ്. കേരളത്തിൽ നിങ്ങളുടെ തന്ത്രങ്ങളിൽ എന്ത് രീതിയിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ഉണ്ടാകുക എന്നാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് ഇന്ന് ശശി തരൂരിന്റെ കാര്യത്തിൽ വലിയ തർക്കമുണ്ട്, പരാതിയുണ്ട്, ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. പാലക്കാട്ട് ഗ്രൂപ്പ് തർക്കത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പാലക്കാട്ടും തിരുവനന്തപുരവും പ്രത്യേകതയുള്ളത് ഒരുപക്ഷെ ത്രികോണത്തിന്റെ സാധ്യതകളുള്ള സ്ഥലം, BJPക്ക് കൂടി ശക്തി കുറച്ചൊക്കെ ഉള്ള സ്ഥലം, കുറച്ചെന്നല്ല പറയേണ്ടത്, ആ രീതിയിൽ ഉള്ള സ്ഥലത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ ഏത് രീതിയിലാണ്? രാജ്യം BJP എതിർക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് BJP എതിർക്കുന്നു എന്ന് ശക്തമായി എതിർക്കുന്ന പാർട്ടി ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ക്രൂഷ്യലായ മണ്ഡലങ്ങളിൽ എന്ത് നിലപാട് കേരളത്തിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ചർച്ചകളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമങ്ങളിൽ നമുക്ക് ഇപ്പോൾ BJPയെ എതിരിടാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണ് രാജ്യത്ത്. സ്വാഭാവികമായും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം രാവിലെ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറയാം. തിരുവനന്തപുരത്ത്
കഴിഞ്ഞ കാലങ്ങളിലും ഒന്നുമില്ലാത്ത തരത്തിൽ വളരെ ശക്തമായി സാധാരണ ആയിട്ടുള്ള ഓരോ പ്രവർത്തകരും ഇറങ്ങി അതിശക്തമായി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് പരാതി ഉണ്ട് എന്നൊക്കെ പറയുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. മാധ്യമങ്ങൾ പറയുന്നു പരാതി ഉണ്ടെന്നുള്ളതല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ബോധറിയുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അറിയാവുന്നതാണ്, ഒരു ഇലക്ഷൻ്റെ ഒരു പീക്കിലേക്ക് എത്തുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ തള്ളിക്കളയുകയാണ്. മറിച്ച് പല സ്ഥലങ്ങളിലും പല കാരണങ്ങളും പറഞ്ഞ് മാറി നിന്ന ആളുകളടക്കം ഇപ്പോൾ കോൺഗ്രസിന്റെ വിജയത്തിന് ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ. ശ്രീ ജി വി ഹരി, എന്റെ ചോദ്യം തെരഞ്ഞെടുപ്പിലെ സാധ്യതകളല്ല, തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഇക്വേഷൻ എന്താണെന്നുള്ളതല്ല. ഒരു പരാതി ഡോക്ടർ ശശി തരൂർ ഹൈക്കമാൻഡിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ഇടപെടലും ഏകോപനവും കിട്ടുന്നില്ല, അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ നേതാക്കൾ വരുന്നില്ല എന്നൊക്കെ ഉണ്ട്. അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തന്നെയും അത് പാർട്ടി തീർത്തോളും എന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അതായത് ഇനി അഥവാ പരാതി കൊടുത്താലും നിങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, അങ്ങനെയല്ല. പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും പാർട്ടി അത് സീരിയസ് ആയിട്ട് തന്നെ കാണും. പാർട്ടി ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതല്ല വേണ്ടിയത്. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ കാരണം ഡോക്ടർ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി BJP രാജ്യത്തേക്ക് അധികാരത്തിൽ വരുമ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് BJP അധികാരത്തിൽ വരാനുണ്ടാവും. സോണിയാഗാന്ധി പറഞ്ഞത് എന്താണ്? അതാണ് നേരത്തെ ജയിക്കും പറഞ്ഞത്. 2004 മറക്കരുത് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലുള്ള സോണിയാഗാന്ധിയുടെ തന്നെ ഒരു അഭ്യർത്ഥനയോ അവരുടെ ഓർമ്മപ്പെടുത്തലോ ആണ്. 2004 നിങ്ങൾക്ക് കിട്ടിയ പിന്തുണ, നിങ്ങൾക്ക് ഭരിക്കാനായത്, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നത് ഒക്കെ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് എന്നതുകൂടി രാജ്യത്ത് BJP എതിർക്കുന്ന ശക്തികൾക്കുള്ള പിന്തുണ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ. ആ കാര്യത്തിൽ 2004 മറക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുമുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കിയതാണ്. അത് അവർ പറഞ്ഞത്, ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞത് വളരെ കൃത്യമാണ്. അവർ പറഞ്ഞത് അമിതാത്മവിശ്വാസം ഇപ്പോൾ കാണിക്കുന്ന നരേന്ദ്രമോദിയും BJPയും 2004 മറക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇതിനേക്കാൾ വലിയ ആഘോഷവും ഇതിനേക്കാൾ വലിയ പ്രചരണവും നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന അവരുടെ ആ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് അവർ വലിയ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞതുപോലെ അതാരും മറക്കരുത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ആരും അജയരല്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുകണ്ണേട്ടൻ പറഞ്ഞതിന് എനിക്ക് വളരെ അതിശയം തോന്നുന്നു. കുഞ്ഞുകണ്ണേട്ടനെ പോലുള്ള ആൾ അങ്ങനെ പറയുന്ന സാധാരണഗതിയിൽ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ എനിക്കൊന്ന് BJPയുടെ സ്വാധീനം അദ്ദേഹത്തിലും വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ, ഞങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ജനങ്ങൾക്കെല്ലാം അറിയാമെന്നാണ്. അതാണ് ഞാൻ ആ കാര്യത്തിൽ ജയിക്ക് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനത് സമ്മതിക്കുന്നു. കാരണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത് ഈ മണ്ഡലകാലത്തെക്കുറിച്ച് സംസാരിച്ചല്ല. നിങ്ങൾ നടപ്പാക്കിയ ഈ പറയുന്ന 15 ലക്ഷം ആളുകളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തില്ലേ, അതിനെക്കുറിച്ച് പറയണം. നിങ്ങൾ GST നടപ്പാക്കിയ ആളുകൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ, അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? അവർ രാഷ്ട്രീയം പറയുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 15 ലക്ഷത്തെക്കുറിച്ച് നമ്മൾ ചിലരെങ്കിലും പറഞ്ഞ് കേട്ടതാണ്. ഏതാണ്? എവിടെയോട്ടോ തിരികെ കൊടുത്തു. അതാണ്. ഇനി അത് മാത്രമല്ല, ഇനി നോക്കൂ, ഇത് നമ്മൾ പ്രധാനമന്ത്രിയിൽ മാത്രമല്ല, തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ടം ലംഘിച്ച കാഴ്ച നമ്മൾ കാണുന്നു. പ്രധാനമന്ത്രിയും അതോടൊപ്പം BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി ഇതേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് രണ്ടിടത്തും ഒരു നടപടി ഉണ്ടാവുന്നില്ല. നരേന്ദ്രമോദി 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത് 15 ലക്ഷം രൂപ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും എന്നല്ല. ഹിന്ദി ദേശീയ ഭാഷ. ഞങ്ങളെ ഈ രാജ്യത്തുള്ള ആളുകൾക്ക് അങ്ങനെയാ തോന്നിയത്. ഹിന്ദി ദേശീയ ഭാഷയാണ്. ദേശീയ ഭാഷ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാം. പക്ഷേ ഹിന്ദി അറിയാത്തവര് മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അറിയാത്ത ഭാഷ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ തുകയുടെ വലുപ്പം കാണിക്കാൻ 15 ലക്ഷം പറഞ്ഞു എന്നല്ലാതെ ആരുടെയെങ്കിലും പോക്കറ്റ് ഇട്ട് കുഞ്ഞിനേട്ടാ ഈ 15 ലക്ഷം അവിടെ കിട്ടില്ല. അല്ല, ഞാൻ ആ 15 ലക്ഷം ഞാൻ പറയട്ടെ, അതുകൊണ്ട് മാത്രം ഞാൻ തെറ്റായ വ്യാഖ്യാനങ്ങൾ. ശരി, അത് തെറ്റായ വ്യാഖ്യാനമാണ് BJP പറയുന്നത്. ഞാൻ ഒന്ന് ഇടപെടട്ടെ. ഞാൻ ശ്രീ ഹരിയോട് ചോദിച്ച ചോദ്യത്തിന് ശ്രീ ജയിക്കിൽ നിന്നുകൂടി ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ശ്രീ ജയിക്ക്, അപ്പോൾ ഈ കാര്യത്തിൽ 2004 മറക്കുന്നത് ആര് എന്ന കാര്യത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഏകോപനത്തിന്റെ രീതിയിൽ ഒക്കെ ചില സ്ഥാനാർത്ഥികൾക്കെങ്കിലും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെങ്കിലും ഉള്ള പരാതി സോണിയാഗാന്ധിയുടെ മറുപടിയും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും? ശ്രീ ലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ BJPയുടെ ബഹുമാനായ പ്രതിനിധിയോട് നിങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ 5 വർഷ കാലയളവിലെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. ഉറങ്ങുന്നയാണെങ്കിൽ വിളിച്ചോ ഉണർത്താം. നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്, അതാണ് പ്രശ്നം. ശ്രീജയ്ക്ക് പറയും. അല്ല, അങ്ങ് പറഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യത്തിലേക്ക് പറയാം. അങ്ങ് പറഞ്ഞു.
ശ്രീ ജയിക്ക് പറഞ്ഞോളൂ, അദ്ദേഹം നിർത്തി. ഞാൻ അദ്ദേഹത്തോട് കൃത്യമായി എണ്ണമിട്ട് പ്രിസൈസായി ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നോട്ട് നിരോധനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് GST നടപ്പിലാക്കിയതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിന്റെയും വില നിർണ്ണയ അധികാരം റിലയൻസിനും അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് റാഫേൽ കരാർ റിലയൻസ് ഡിഫൻസിന് തീരെഴുതി കൊടുത്തതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കടലാസിൽ മാത്രമുള്ള ഒരു സ്ഥാപനത്തിൽ കോടികൾ എഴുതി കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുന്നില്ല? ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങൾ ചെയ്ത നേട്ടങ്ങളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അത് മാത്രമാണ് അദ്ദേഹം ഒരു മറുപടിയായി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ആ നേട്ടങ്ങളെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഏതാണ്ട് ആഴ്ചകൾക്ക് മാത്രം മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ആ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇരമ്പിയാർത്ത കർഷകരുടെ പ്രതിഷേധത്തെ നിമിത്തം 5 സംസ്ഥാനങ്ങളിൽ നിന്നും BJP സർക്കാരിനെ കടമുഴക്കിയെറിഞ്ഞ ജനപതി വന്നു. 5 ജനപതിയെയും മാനിച്ചുകൊണ്ട് BJP സർക്കാരിന് തലകുനിച്ച് രാജ്യത്ത് ഇറങ്ങിപ്പോകേണ്ടതായി വന്നു. 5 സംസ്ഥാനങ്ങളും BJP ഇതര സർക്കാർ, രാജസ്ഥാനിൽ CPIM-ന്റെ പ്രതിനിധികളെ അടക്കം ജയിപ്പിച്ചുകൊണ്ട്, ഏറ്റവും വലിയ മഹാ കർഷക പ്രക്ഷോഭം BC അടിച്ച രാജസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അടക്കം വിധാനസഭയിലേക്ക്, ജനപ്രതിനിധി സഭയിലേക്ക് ജയിപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത്. പിന്നെ ആദരണീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം കേരളത്തെ പ്രവർത്തനത്തെ കുറിച്ച് ശ്രീ ലാൽ ചോദിച്ചപ്പോൾ അദ്ദേഹം വസ്തുതാപരമായ ഒരു മറുപടി പറയുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രിസൈസായി ശ്രീ ലാൽ ചോദിച്ചു, അതിനും അദ്ദേഹം മറുപടി പറയുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് 2 വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ കൂടെ തൊഴിലാളി സംഘടനയുടെ നാമമായ INTUC-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി, നിങ്ങളുടെ ബൂത്ത് സെക്രട്ടറി അല്ല, നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബ്ലോക്ക് സെക്രട്ടറിയോ അല്ല, നിങ്ങളുടെ INTUC-യുടെ KSEB തൊഴിലാളികളുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി കല്ലിയൂർ മുരളി അടക്കം 70 പേർ ഇന്ന് തിരുവനന്തപുരത്ത് BJP-യുടെ പാളയത്തിലേക്ക് പോയി. നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? നിങ്ങളുടെ DCC-യുടെ സെക്രട്ടറിയാണ് 2 ദിവസക്കാലം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിട്ടത്, ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന്റെ സമുന്നതരായ ആദരണീയരായ വെട്ടറൻ നേതാക്കന്മാർ പങ്കെടുക്കുന്നില്ല. ഈ നിലക്കാണ് പോകുന്നതെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ DCC-യോട് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് DCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇതിനോടൊന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന സമീപനമില്ല? വയനാടിനെ സംബന്ധിച്ച് BJP-യുടെ നേതാക്കന്മാർ ഇന്നും ഇന്നലെയുമായി നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകൾക്കെതിരെ അതിശക്തമായി ആർജവത്തോടുകൂടെ നിലപാടെടുത്തതും പ്രഖ്യാപിച്ചതും പ്രതികരിച്ചതും ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനാണ്. വയനാടിനെ പാകിസ്ഥാൻ പ്രചാരണത്തോടാണ് കോൺഗ്രസിന്റെ പ്രചരണത്തെ അമിത്ഷാ ഉദാഹരിച്ചത്. ആ അമിത്ഷായ്ക്ക് ആർജവമുള്ള മറുപടി പറയാൻ എന്തുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല? അമിത്ഷായ്ക്ക് വയനാടിന്റെ ചരിത്രം അറിയില്ല എന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഗീയ പ്രചരണത്തെ വെല്ലുവിളിക്കാൻ നട്ടലുണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായിക്കാണ്. എന്തുകൊണ്ട് നിങ്ങൾ തുറന്നു വർഗീയത എതിർക്കാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് RSS-ലേക്കുള്ള കൂടുമാറ്റം, അതിനിടയിൽ ഒരു താൽക്കാലിക അഭയകേന്ദ്രമായി കോൺഗ്രസ് മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ തുറന്ന വിമർശനം നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? BJP-യിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയെ തുറന്നു നിൽക്കുന്നതിൽ, വലതുപക്ഷ നവലിബറ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നില്ല? അവിടെയാണ് നിങ്ങളുടെ UPA-യുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്ന ശ്രീ സോണിയാഗാന്ധി ഉന്നയിച്ച ആ 2004-ലെ സുബോധൂർക്കമായ ഭൂതകാല ചരിത്രത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത് അവിടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ തിരിച്ചു വരാം ശ്രീ ജയ്ക്ക് കുഞ്ഞിക്കണ്ണനിലേക്ക് വരാൻ മുമ്പ് ഡോക്ടർ GV ഹരി ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജയ്ക്ക് ഉന്നയിച്ചത്. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ, BJP-യോടുള്ള എതിർപ്പ്, അമിത്ഷായോടുള്ള ചോദ്യം, മോദിയോടുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉയരും എന്ന് പറഞ്ഞിടത്താണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് വയനാട്ടിൽ അമിത്ഷായോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. അതായത് പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്കുള്ള മറുപടി, ഇങ്ങനെ അപമാനിക്കുന്നതിനെതിരെയുള്ള കൃത്യമായ വെല്ലുവിളി ഉയർത്താൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് ഇത് തന്നെയല്ലേ ഇടതുപക്ഷം നേരത്തെ രാഹുൽ ഗാന്ധിയോട് ഓർമ്മിപ്പിച്ചതും അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം മറുപടി പറയാതെ പോയതും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതും? അങ്ങനെയല്ലല്ലോ ലാൽ. കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത ആളുകളാണല്ലോ താങ്കൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും CPM-ന്റെ ജയിക്കിന്റെ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഈ രാജ്യത്ത് BJP അമിത്ഷായെയും നരേന്ദ്രമോദിയെയും എതിർക്കാൻ കഴിയുന്ന ഏക വ്യക്തി രാഹുൽ ഗാന്ധിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ രാഹുൽ ഗാന്ധി ഈ കേരളത്തിലേക്ക് പറയട്ടെ നോക്കൂ, ചില കാര്യങ്ങൾ
രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി നിങ്ങളോട് നമ്മളൊക്കെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ഒന്നായി കാണുന്നു, ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ, ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നു, അത് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അതിന് കാരണമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. എന്താണ് ആ രാഷ്ട്രീയ കാരണങ്ങൾ? അത് ഞാനിവിടെ പലതവണ ഞാൻ ജയിക്കിനോട് തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്. 108 സീറ്റുകളാണ് ഈ പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത്, നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉള്ളത്. ആ 108 സീറ്റുകളിൽ നമുക്കൊരു 10-60 സീറ്റുകൾ കിട്ടുമെങ്കിൽ ഞങ്ങൾ ഇവിടെയല്ല, ഞങ്ങൾ മത്സരിക്കാനുള്ള ഏറ്റവും അനുകൂലമായ, കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണേട്ടൻ സൂചിപ്പിച്ച ബി.ജെ.പിയോട് നിങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയൂ, നിങ്ങൾ പ്രഖ്യാപിച്ച മറ്റു കാര്യങ്ങളിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോയി ശ്രദ്ധ മാറ്റി മറ്റ് പ്രചാരണങ്ങളിലേക്ക് പോകാതിരിക്കൂ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഈ 102 സീറ്റുകൾ പിടിക്കുക എന്നുള്ളതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി കൊണ്ട് സീറ്റ് പിടിക്കാൻ പാടില്ലെന്നാണോ ലാൽ പറയുന്നത്? സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക, ഒറ്റകക്ഷിയാകാൻ കഴിയുക. ഇവർ നേരത്തെ കഴിഞ്ഞ വർഷം 282 സീറ്റ് ലഭിച്ചത് ഒരു സീറ്റ് കൂടുതൽ ലഭിച്ച് കയർന്നു വരാൻ കഴിയുമെങ്കിൽ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുക എന്നുള്ളതാണ്. അതിനുള്ള അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ സഹായിക്കേണ്ട നിലപാട് എന്താ കേരളത്തിലെ CPM സ്വീകരിച്ചിട്ടുള്ളത്? ജയിക്കിന്റെ നേതാവ് എന്താ പറഞ്ഞത്? തോൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയോട്, LDF-നോട്, അന്നത്തെ ആ പഴയ LDF സീതാറാം യെച്ചൂരിയുടെ നിലപാടല്ല കേരളത്തിൽ CPM ഞങ്ങളോട് സ്വീകരിക്കുന്നത്. കാരണം ഇവരെന്തായാലും ചിത്രത്തിലില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഫൈറ്റ് സ്വാഭാവികമായും LDF-ഉം കേരളത്തിൽ കോൺഗ്രസും തമ്മിലാണ്. ഇവിടെ പിക്ചറിലില്ലാത്ത BJP ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ നിന്ന് 20 സീറ്റ് BJP-ക്ക് വേണ്ടി എന്താണ് തിരുവനന്തപുരത്തും പാലക്കാട്ടും കോൺഗ്രസിൽ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് എന്നതാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി ഞാൻ പറയാം ലാലെ, വ്യക്തമായ മറുപടി പറയാം. തിരുവനന്തപുരത്തും പാലക്കാട്ടും ഒരു കുത്തിത്തിരിപ്പും ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളൂ. നിങ്ങൾ 23-ാം തീയതി എന്തായാലും ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ട്. 23-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ചർച്ചയ്ക്ക് വീണ്ടും ഇരിക്കുമല്ലോ. ഞാൻ ഇപ്പൊ ഉറപ്പിച്ചു പറയാം. തിരിച്ചു വരാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഈ കാര്യത്തിൽ BJP ഇപ്പോൾ അങ്ങിരിക്കുന്ന പോലെ നിശബ്ദമായിരുന്ന് മീൻ പിടിക്കുക എന്നൊരു ചോദ്യമാണെങ്കിൽ നോക്കി നിൽക്കുന്നവർക്ക് ചോദിക്കാം. അതായത് തിരുവനന്തപുരത്തും പാലക്കാട്ടുമെങ്കിലും ഈ ത്രികോണ അർത്ഥത്തിൽ കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യത്തിൽ BJP-യുടെ പങ്ക് എന്താണ്? ജയിക്ക് നേരത്തെ പറഞ്ഞു കോൺഗ്രസ് നിന്ന് കുറെ ആൾക്കാർ BJP-യിലേക്ക് വന്നു. കോൺഗ്രസ് നിന്ന് മാത്രമല്ല ജയിക്ക്, ബംഗാള് അറിയാലോ, ത്രിപുര, അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ രാജസ്ഥാനിൽ ജയിച്ചത് വലിയ നേട്ടമായിട്ട് കാണണ്ട. രാജസ്ഥാനിൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ജയിച്ചതാ. എന്താ അവസ്ഥ? പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ശശി തരൂരിന്റെ കാര്യം ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷം നന്നായി സഹായിച്ചു, അങ്ങനെ ജയിച്ചതാണ്. അപ്പോൾ ആ സഹായം ഇത്തവണയും കിട്ടും. കാരണം ഈ വണ്ടി കയറിയാൽ പശ്ചിമഘട്ടം കഴിഞ്ഞാൽ നമ്മളൊന്ന് നമുക്കൊന്ന്, ആ മുദ്രാവാക്യമാണ്. ഇപ്പൊ തന്നെ പറയാ, പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി BJP-ക്കെതിരെ കടന്നാക്രമിച്ചു, പച്ചക്കൊടി കണ്ടതിനെ പാകിസ്ഥാനോട് ഉപമിച്ചതിനെ എതിർത്തുകൊണ്ടൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരു റിഹേഴ്സലാ ജയിക്കെ. വയനാട് കഴിഞ്ഞാൽ, കണ്ണൂർ കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂരേക്കാണ് പോകേണ്ടത് മുഖ്യമന്ത്രിക്ക്. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ. ആരെ ബാനറിലാണ് CPM സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത്? കോൺഗ്രസിന്റെ കൊടിയുണ്ട്, ലീഗിന്റെ കൊടിയുണ്ട്, CPI-യുടെ കൊടിയുണ്ട്, DMK-യുടെ കൊടിയുണ്ട്. അപ്പൊ ഈ മുന്നണിയാണ് അവിടെ മത്സരിക്കുന്നത് തൊട്ടപ്പുറത്ത്. അപ്പൊ അതിനുള്ള റിഹേഴ്സൽ BJP-യെ എതിർക്കുക, അതോടൊപ്പം ലീഗിനെയും സന്തോഷിപ്പിക്കുക, കോൺഗ്രസിനെയും സന്തോഷിപ്പിക്കുക. എത്ര ഹീനമായിട്ടാണ് നിങ്ങൾ ഈ ചർച്ചയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ കറയറ്റ RSS-ന്റെ വർഗീയ രാഷ്ട്രീയത്തിന് നിങ്ങൾ കൊടപിടിക്കുകയാണ്. കേരളത്തിൽ നിന്നുകൊണ്ടെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ ഹീനമായ RSS-ന്റെ വർഗീയ രാഷ്ട്രീയത്തിന് കൊടപിടിക്കാൻ പാടില്ല. നിങ്ങൾ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം എന്താ? നിങ്ങൾ പറയുന്നു ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് അത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അമിത്ഷാ എന്താ വ്യംഗ്യാർത്ഥത്തിൽ വിളിച്ചു പറഞ്ഞത്? ലീഗിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ പാകിസ്ഥാനാണ്. ഞാൻ പറയട്ടെ,
പാകിസ്ഥാൻ എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ സംശയം ഉന്നയിക്കുന്നതോട് അദ്ദേഹം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന വയനാട് മൈനോറിറ്റിക്ക് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ മൈനോറിറ്റി സാന്നിധ്യം എന്ന് പറയുന്നത്, അതായത് മുസ്ലിം സാന്നിധ്യം എന്ന് പറയുന്നത്, ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഉപമിക്കാൻ, ഹീനമായ വർഗീയ രാഷ്ട്രീയം കളിക്കാൻ അമിത്ഷാ തയ്യാറാകുമ്പോ നട്ടലുള്ള രാഷ്ട്രീയം, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരാണ് ഈ രാജ്യത്തിന്റെ ഏത് കോണുള്ളതെങ്കിൽ ഞങ്ങൾ തുറന്നു തീർക്കും, ഞങ്ങൾ വിളിച്ചു പറയും. ലീഗ് എന്നാൽ പാകിസ്ഥാൻ അല്ല എന്ന് മാത്രമല്ല, മുസ്ലിം എന്നാൽ ശത്രുക്കൾ എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ മനുഷ്യപക്ഷ നന്മയുടെ പ്രതീകമാണ് വയനാടും കേരളവും എന്നുള്ളത്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ രക്തമാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്നെങ്കിൽ ഞങ്ങൾ ഇനിയും വിളിച്ചു പറയും. അതൊരു ഡ്രസ് റിഹേഴ്സൽ ഒന്നുമല്ല. അത് ഡ്രസ് റിഹേഴ്സലായി തോന്നുന്നത് RSSന്റെ വർഗീയ രാഷ്ട്രീയം, അന്യ മതസ്ഥരെ ശത്രുവായി കാണാൻ നിങ്ങളുടെ ശാഖകളിൽ നിന്ന് പരിശീലിച്ചിട്ടുള്ള ആ വർഗീയ രാഷ്ട്രീയത്തിന്റെ അശ്ലീല രക്തം നിങ്ങളുടെ ശിരസുകളിലൂടെ ഇടപെടുകയാണ്. എന്തായാലും കഴിഞ്ഞ 5 കൊല്ലം എന്താണ് ചെയ്തത്, എന്താണ് നടപ്പിലാക്കിയത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പാലിച്ചത് എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അത് ചെയ്തോ, ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ ജയിക്ക് സൂചിപ്പിച്ചതുപോലെയുള്ള മതേതരത്വത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലെ ആവശ്യകത വിളമ്പുന്ന ആ സന്ദേശങ്ങളുണ്ടോ എന്ന ചോദ്യവും വരുന്നു. അങ്ങനെ വരുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ആ ചോദ്യങ്ങൾ കൃത്യമായി രാജ്യത്തിന് വേണ്ടി ചോദിക്കുന്നത് എന്നതും ജനങ്ങൾ കാണുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ശ്രീ GV ഹരി, ശ്രീ ജേക്ക് സി തോമസ്.